ഗസയ്ക്ക് മേലുള്ള ഇസ്രായേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ ബന്ദികളെ വിട്ടുതരില്ലെന്ന നിലപാടിൽ ഉറച്ച ഹമാസ് വെടിനിർത്തലിനായി വലിയ വില നൽകാൻ ഒരുക്കമല്ലെന്ന് ബെന്യാമിൻ നെതന്യാഹു അറിയിച്ചു. ഇരുപക്ഷത്തെയും സമന്വയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് മധ്യസ്ഥ രാജ്യങ്ങൾ. വി.കെ. സുഹൈലുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. സുഹൈൽ, 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ലോകം വളരെ ആവേശത്തോടെ കേട്ടിരുന്നതാണ്. ഒരു സമാധാനം ഗസയിൽ പുലരുമെന്ന് ആശിച്ചതാണ്. എന്നാൽ ഇപ്പോൾ പൂർണ്ണമായ വെടിനിർത്തലില്ലാതെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകില്ലെന്ന നിലപാട് ഹമാസ് എടുക്കുന്നു. എന്നാൽ അത്തരമൊരു നിർദ്ദേശത്തെ ഇസ്രായേലും സ്വാഗതം ചെയ്യുന്നില്ല. അതായത് വെടിനിർത്തൽ എന്ന ആവശ്യം അത് ഇനിയും അകലെയാണോ? ജിൽസി, ഒരു വെടിനിർത്തലിനായി പാരീസ് കേന്ദ്രീകരിച്ച് തിരക്കിട്ട ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഖത്തറും ഈജിപ്തും അതേപോലെ തന്നെ അമേരിക്കയും ഇതിൽ പങ്കാളികളാണ്. ഹമാസിൻ്റെ മേധാവി ഇസ്മായിൽ ഹനിയ ഇന്ന് ഈജിപ്തിൽ എത്തുമെന്ന റിപ്പോർട്ടുകൾ കൂടിയുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ബന്ദിമോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകൾ സജീവമാകുന്നത്. ഹമാസ് ഈ ഒരു വെടിനിർത്തലിന് ഹമാസിനെ സംബന്ധിച്ചിടത്തോളവും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളവും വെടിനിർത്തൽ അത്യാവശ്യമാണ്. ഇസ്രായേൽ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ബന്ദികളെ വിട്ടുകിട്ടുക എന്നത് വളരെ പരമപ്രധാനമാണ്. അതിനുവേണ്ടിയുള്ള സമരങ്ങൾ ഇപ്പോഴും ഇസ്രായേൽ ഉടനീളം ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഗസയിൽ ഇനിയും ആക്രമണങ്ങൾ തുടരുന്നത്, യുദ്ധം തുടരുന്നത് വലിയ പ്രത്യാഘാതമുണ്ടാക്കും എന്ന അടിസ്ഥാനത്തിൽ യുദ്ധം അവസാനിക്കണം എന്ന ഒരു നിലപാടിലാണ് ഹമാസ് ഉള്ളത്. പക്ഷേ ഇത് രണ്ടിൻ്റെയും ഇടയിൽ ചില പ്രതിസന്ധികളുണ്ട്. യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കാതെ വെടിനിർത്തൽ സാധ്യമല്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഹമാസ്. അതോടൊപ്പം തന്നെ ഹമാസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ള ചില ആളുകൾ അതടക്കമുള്ള മുഴുവൻ ആളുകളെയും ഇസ്രായേൽ ജയിലുകളിൽ നിന്ന് മോചിപ്പിക്കണം എന്ന ആവശ്യം കൂടി ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കുകയാണ്. അതേപോലെ തന്നെ ഗസക്കുമേലുള്ള ഉപരോധം അവസാനിപ്പിക്കുക എന്നതടക്കമുള്ള ചില കാര്യങ്ങൾ കൂടി ഹമാസ് ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. പക്ഷേ ഹമാസ് അംഗീകരിക്കുന്ന ഹമാസ് മുന്നോട്ട് വെക്കുന്ന എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു വെടിനിർത്തൽ എന്ന് പറയുന്നത് അത് ഹമാസിന് മുമ്പിൽ കീഴടങ്ങലാണ് എന്ന നിലപാടുമായി നെതന്യാഹു രംഗത്ത് വരുന്നു. വലിയ വില നൽകിക്കൊണ്ടുള്ള ഒരു വെടിനിർത്തലിലേക്ക് പോകില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. അതിന് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം കഴിഞ്ഞ 4 മാസത്തോളമായി പറയുന്ന ഒരു കാര്യങ്ങളും നടപ്പിലായിട്ടില്ല. ഹമാസിനെ തോൽപ്പിക്കാനോ യുദ്ധം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാനോ ബന്ദികളെ മോചിപ്പിക്കുവാനോ ഒന്നും നെതന്യാഹുവിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിൻ്റെ സ്വന്തം മന്ത്രിസഭയിലെ ഇറ്റാമർ ബെൻഗുർ പോലെയുള്ള തീവ്ര ജൂത പാർട്ടികളെല്ലാം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഈ ഒരു ഇടപാടിലേക്ക് പോകരുത്, അല്ലെങ്കിൽ ഈ ഒരു വെടിനിർത്തലിലേക്ക് പോകരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെക്കുന്ന നിലപാടിലേക്ക് പോവുക എന്ന് പറയുന്നത് ആത്മഹത്യാപരമാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നു. പക്ഷേ മറുഭാഗത്ത് ബന്ദികളുടെ ബന്ധുക്കൾ പറയുന്ന കാര്യങ്ങൾ, അവരുടെ ആഭ്യന്തര സമ്മർദ്ദം, അതേപോലെ തന്നെ അമേരിക്ക അടക്കമുള്ളവർ നടത്തിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര സമ്മർദ്ദം, ഇതിനെയും താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 2 വിഭാഗത്തിൻ്റെയും നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് ഖത്തറും തീർച്ചയായും ഒരു സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോഴും മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു പൂർണ്ണമായ വെടിനിർത്തലിനോട് മാത്രമേ ഇത്തരം സമാധാന ശ്രമങ്ങൾ സാധ്യമാകൂ എന്ന ഹമാസിന്റെ നിലപാട് അംഗീകരിക്കാൻ ഇസ്രായേലും തയ്യാറായിട്ടില്ല.